പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുന്നതിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. നൽകുന്ന 1.5 കോടി 3ആയി വിഭജിക്കണമെന്നും സംവിധായകർക്ക് 3 മാസത്തെ പരിശീലനം നൽകണമെന്നുമാണ് സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ അടൂർ പറഞ്ഞത്. പരാമർശം നടത്തിയപ്പോൾ തന്നെ സദസ്സിലിരുന്ന ഗായിക പുഷ്പവതി പ്രതിഷേധ സ്വരമുയർത്തി. ദളിത് സമൂഹത്തെ മുഖ്യധാരാ സിനിമയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പണം നൽകുന്നതിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാനും വിശദീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സ്വതന്ത്രമായി സിനിമ ചെയ്യാൻ സർക്കാർ KSFDC വഴി 1.5 കോടി രൂപ വീതം നൽകുന്നുണ്ട്. ഈ സാമ്പത്തിക സഹായത്തെ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം. ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഗവൺമെന്റ് ചുമതലയല്ലത്. അടൂർ വേദിയിൽ സംസാരിക്കുമ്പോൾ തന്നെ സദസ്സിൽ പ്രതിഷേധമുയർന്നു. ഗായിക പുഷ്പവതി പൊയ്പാടത്തിലാണ് പരാമർശത്തെ ചോദ്യം ചെയ്തത്. അടൂരിന്റേത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് തുരങ്കം വെക്കുന്ന അഭിപ്രായമെന്ന് പുഷ്പവതി. ഒരു സ്റ്റേറ്റിന്റെ വിഭവം വിതരണം ചെയ്യുന്നിടത്ത് കാണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. ആ മര്യാദയിൽ കൂടിയാണ് ഈ SC/ST വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളത് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആരൊക്കെയോ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ കൈയടിച്ചു. എനിക്കത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. അടൂരിന്റെ പരാമർശത്തെ മന്ത്രി സജി ചെറിയാനും തള്ളി. ദളിത് വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനുള്ള സർക്കാർ ഇടപെടലെന്ന് മന്ത്രി വിശദീകരിച്ചു. കൂടുതൽ സിനിമകൾ എടുക്കാൻ വേണ്ടിയുള്ള നിലപാടുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊരിക്കലും ഒരു നഷ്ടമായി ഞാൻ കാണുന്നില്ല. അത് കൊടുത്താൽ സിനിമാ മേഖല ശാക്തീകരിക്കപ്പെടും. ദളിത് വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കാൻ പരിശീലനം നൽകണമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായത്തെ ശ്രീകുമാരൻ തമ്പിയും തള്ളി. സിനിമ ചെയ്താണ് സിനിമ പഠിച്ചതെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.